ഹായ് ഹോൾ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ ആ ഒരു പേര് ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ചേരുമോ എന്നൊന്നും എനിക്കറിയില്ല. ഉച്ച ഉറക്കം നഷ്ടപ്പെട്ട ദിവസം എന്നാണെങ്കിൽ ഒന്നും കൂടെ മാച്ചാവും. കാരണം ഇന്ന് സ്കൂളില്ല. മഴ കണ്ടിട്ട് ഓരോരുത്തർ കോട്ടിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഓളെ പ്ലാന് മൊത്തത്തിൽ പൊളിഞ്ഞ് മഴ സ്ലോ നിന്നിട്ടുണ്ട് കേട്ടോ. കളിക്കാനാ മത്തിയും മാന്തളും അല്ലാത്ത ഒട്ടുമിക്ക മീൻ കൊടുന്നാലും ഞങ്ങളിങ്ങനെ വറ്റിച്ചിട്ടാട്ടോ വെക്കാറുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് സംഭവം റെഡിയായി കിട്ടും ചെയ്യും. പിന്നെ ഒരുപാട് മീനൊക്കെ ഉണ്ട്, ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ മീൻ കൂടുമല്ലോ. അപ്പോൾ ഒരുപാട് ടൈം വെച്ച് പൊരിക്കണതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം കേട്ടോ. പിന്നെ വെളിച്ചെണ്ണക്കും കുറവാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഒരുപാട് എണ്ണയിലിട്ട് പൊരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ ഇരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട്, ഇത് വേവിച്ച മീനാണല്ലോ, അപ്പോൾ അതിന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ടാൽ മീൻ റെഡിയാവും കേട്ടോ. അപ്പോൾ അധികം ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇന്നിപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കാനോ എല്ലാ കാര്യത്തിനും ലേറ്റ് ആയിക്കുന്നത് കേട്ടോ. സ്കൂളിലെ ടൈം ആകുമ്പോഴത്തേന് 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ 3 മണി കറക്റ്റാട്ടോ. കാരണം മക്കളെ കച്ചറിയൊക്കെ കൂടെ അവർ ഫുഡ് കൊടുക്കലൊക്കെ റെഡി ആയി വരുമ്പോഴത്തേന് സമയം ഒരുപാടാവും. ഇന്നത്തെ മെനു പറഞ്ഞാൽ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. സാമ്പാർ കറി തലേന്ന് തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ കറി വെക്കേണ്ട വിചാരിച്ചു. പിന്നെ ഇതാ വെണ്ടയ്ക്ക ഉപ്പേരിൻ്റെ ഇട്ട. പിന്നെ ഇതുണ്ടല്ലോ കൈപ്പങ്ങ. ഇത് നമ്മൾ അച്ചാറിട്ടാലും ഉപ്പേരി വെച്ചാലൊന്നും ഞങ്ങൾ ആരും കൂട്ടില്ല, ഇഷ്ടമല്ല. അപ്പോൾ ഒന്ന് അമ്മ വെറൈറ്റി ഇട്ട് അച്ചാറിട്ടാണ് നല്ല പഞ്ചസാരൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ വെയിലൊക്കെ മഴയൊക്കെ പോയിട്ട് വെയിലിങ്ങനെ അരച്ചപ്പോൾ നല്ല മുറ്റൊക്കെ ഒന്ന് ഏകദേശം റെഡി ആക്കണം. അപ്പോൾ വിചാരിച്ചു അടിച്ചു വരാമെന്ന്. മുറ്റെപ്പോഴും ക്ലീനാക്കി എടുക്കുമ്പോൾ അതൊരു പ്രത്യേക സുഖം കേട്ടോ. ഇതുണ്ടല്ലോ മുറം വെച്ച് വാരണക്കാട്ടി സുഖമാണ് ഇങ്ങനെ അപ്പുറത്ത് കണ്ട് തട്ടുന്നത്. അപ്പോൾ വേഗം പരിപാടി ചെയ്യും. നിങ്ങൾക്ക് രണ്ടാൾക്കും എന്താ പണിയെന്ന് ഞാൻ അടിച്ചു വരുന്ന കാണുന്നുണ്ടോ? നിങ്ങൾ അടിച്ചു വരുന്ന കാണുന്നുണ്ടോ? എന്നാ പോവി, ഒരു പൂ പറിച്ചിട്ട് പോവി. പൂ പൊട്ടിക്കാൻ പാടില്ല, പാവല്ലേ ചെടി. ആ, പൂ പൊട്ടിക്കാൻ പാടില്ല, പാവല്ലേ. ഇനി പോവി, നല്ല കുട്ടിയാണ്. പാവ ചെടി കരയണതാ. അച്ചുവല്ലൊക്കെ കഴിഞ്ഞാൽ ആ മുറ്റമൊന്ന് കണ്ട അതൊരു അന്തസ്സാട്ടാ. പിന്നെ പൂട്ടാളിലൊക്കെ പൂട്ടിയിട്ടും പെറുക്കാളിലൊക്കെ പെറുക്കിയിട്ടും ഞങ്ങൾ പോന്നിട്ടുണ്ട്. കൂടുതൽ നേരം വരെയായിട്ട് അവിടെ നിൽക്കാൻ പറ്റൂല. ഇത് നമ്മളെ സ്റ്റേറ്റിലുണ്ടായ ഐറ്റാട്ടാ. ഇത് അധികം ആരും എടുക്കൂല. ചിലപ്പം ചിലവരൊക്കെ പഞ്ചസാരൊക്കെ ഇട്ടിട്ട് കഴിക്കും. ഇതിപ്പോൾ ഞങ്ങൾ ഡ്രിങ്ക് അടിച്ചിട്ട് കുടിക്കാട്ടാ. ഓരോ ദിവസം 2-3 ഒക്കെ വെക്കും. അതിങ്ങനെ ഞങ്ങളിതുപോലെ മിക്സിൻ്റെ ജാർക്ക് ഇതും പഞ്ചസാരയും ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് അടിച്ച് കുടിച്ചു. നല്ല ടേസ്റ്റാട്ടാ. നിങ്ങൾ വണ്ണം കുറക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഇത് ബെസ്റ്റ് ഒരു സാധനം കേട്ടോ. ഇത് നമ്മൾ ആരും അധികം യൂസ് ചെയ്യില്ല. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ കേട്ടാൽ ഇതാരും ഒഴിവാക്കൂല കേട്ടോ. രോഗപ്രതിരോധത്തിനൊക്കെ ഇത് അടിപൊളിയാണ്. അതേപോലെ നമ്മളെ കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഇത് നല്ല, കാരണം ഇതിൽ കൂടുതൽ ഫൈബറും പൊട്ടാസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ഹൃദയരോഗത്തിനൊക്കെ നല്ലൊരു ഇതാട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ അസുഖങ്ങളാണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾക്ക് ഇങ്ങനെ മിസ്യൂസ് ചെയ്യാതിരിക്കുക. അതൊക്കെ നമ്മൾ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക അങ്ങനെ. പിന്നെ ഇത് ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി കണ്ട് വെയിലത്തൊക്കെ ഇട്ടോ. കാരണം മക്കൾ കൊണ്ടുപോകണതല്ല. അപ്പോൾ പിന്നെ ആകെ ഫുഡ് കൊണ്ടുപോകുന്ന ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ സ്മെല്ലും കാര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ ഫുള്ളായിട്ട് കഴുകൂല. ഫുള്ളായിട്ടൊരു 2-3 ദിവസമൊക്കെ ലീവ് ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് കഴുകും. അല്ലെങ്കിൽ ഇതേപോലെ ജസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് തുടച്ചിട്ട് വൈപ്പ് ചെയ്തിട്ട് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കാറാട്ടോ ചെയ്യാറ്. ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കെടുക്കാൻ വന്നപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കളിക്കാം. 1 2 3 4 5 6 7 8 9 10. ആര് കണ്ടാലും സാറ്റ് ഒളിച്ചലി കളിക്കരുത്. അവിടെ കണ്ടേ സാറ്റ് നീയാണ് സാറ്റേ ഞാൻ അടിച്ചേ എടി രാത്രി. ഇന്നപ്പോൾ എനിക്ക് ഉറക്കില്ല ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.